അധ്യായം 8 അൽ അൻഫാൽ. അവതരണം മദീനയിൽ. സൂക്തങ്ങൾ 75. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. യസ്അലൂനക അനിൽ അൻഫാൽ. قل الأنفال لله والرسول فاتقوا الله وأصلحوا ذات بينكم وأطيعوا الله ورسوله إن كنتم مؤمنين. യുദ്ധമുതലുകളെക്കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. പറയുക, യുദ്ധമുതലുകൾ അല്ലാഹുവിനും അവന്റെ ദൂതനുമുള്ളതാണ്. അതിനാൽ നിങ്ങൾ ദൈവഭക്തരാവുക. നിങ്ങൾ പരസ്പരബന്ധം മെച്ചപ്പെടുത്തുക. അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും അനുസരിക്കുക, നിങ്ങൾ സത്യവിശ്വാസികളെങ്കിൽ. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്ഹും ഈമാനാ وَإِذَا تُلِيَتْ عَلَيْهِمْ آيَاتُهُ زَادَتْهُمْ إِيمَانًا وَعَلَى رَبِّهِمْ يَتَوَكَّلُونَ. അല്ലാഹുവിന്റെ പേർ കേൾക്കുമ്പോൾ ഹൃദയം ഭയചകിതമാകുന്നവർ മാത്രമാണ് യഥാർത്ഥ വിശ്വാസികൾ. അവന്റെ വചനങ്ങൾ വായിച്ചു കേട്ടാൽ അവരുടെ വിശ്വാസം വർദ്ധിക്കും. അവർ എല്ലാം തങ്ങളുടെ നാഥനിൽ സമർപ്പിക്കും. الذين يقيمون الصلاة ومما رزقناهم ينفقون. അവർ നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുന്നവരാണ്, നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരും. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ ലഹും ദറജാതുൻ ഇൻദ റബ്ബിഹിം വമഗ്ഫിറതുൻ വറിസ്ഖുൻ കരീം. അവരാണ് യഥാർത്ഥ വിശ്വാസികൾ. അവർക്ക് തങ്ങളുടെ നാഥന്റെ അടുത്ത് ഉന്നത സ്ഥാനമുണ്ട്, പാപമോചനവും ഉദാരമായ ഉപജീവനവുമുണ്ട്. കമാ അഖ്റജക റബ്ബുക മിൻ ബൈതിക ബിൽ ഹഖ് വഇന്ന ഫരീഖൻ മിനൽ മുഅ്മിനീന ലകാരിഹൂൻ. ന്യായമായ കാരണത്താൽ നിന്റെ നാഥൻ നിന്നെ നിന്റെ വീട്ടിൽ നിന്ന് പുറത്തിറക്കിക്കൊണ്ടുപോയ പോലെയാണിത്. വിശ്വാസികളിൽ ഒരു വിഭാഗം അതിഷ്ടപ്പെട്ടിരുന്നില്ല. യുജാദിലൂനക ഫിൽ ഹഖ് ബഅദമാ തബയ്യന കഅന്നമാ യുസാഖൂന ഇലൽ മൗതി വഹും യൻദുറൂൻ. സത്യം നന്നായി ബോധ്യമായിട്ടും അവർ നിന്നോട് തർക്കിക്കുകയായിരുന്നു. നോക്കി നിൽക്കെ മരണത്തിലേക്ക് നയിക്കപ്പെടുന്നത് പോലെയായിരുന്നു അവരുടെ അവസ്ഥ. وَإِذْ يَعِدُكُمُ اللَّهُ إِحْدَى الطَّائِفَتَيْنِ أَنَّهَا لَكُمْ وَتَوَدُّونَ أَنَّ غَيْرَ ذَاتِ الشَّوْكَةِ تَكُونُ لَكُمْ وَيُرِيدُ اللَّهُ أَن يُحِقَّ الْحَقَّ بِكَلِمَاتِهِ وَيَقْطَعَ دَابِرَ الْكَافِرِينَ. ബദറിലെ 2 സംഘങ്ങളിൽ ഒന്നിനെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തരാമെന്ന് അല്ലാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്ത സന്ദർഭം. ആയുധമില്ലാത്ത സംഘത്തെ നിങ്ങൾക്ക് കിട്ടണമെന്നായിരുന്നു നിങ്ങൾ ആഗ്രഹിച്ചത്. എന്നാൽ അല്ലാഹു ഉദ്ദേശിച്ചത് തന്റെ കൽപ്പനകൾ വഴി സത്യത്തെ സത്യമായി സ്ഥാപിക്കാനും സത്യനിഷേധികളുടെ മുരട് മുറിച്ചു കളയാനുമാണ്. ليحق الحق ويبطل الباطل ولو كره المجرمون. സത്യം സ്ഥാപിക്കാനും അസത്യത്തെ തൂത്തെറിയാനുമായിരുന്നു അത്. പാപികൾ അത് എത്രയേറെ വെറുക്കുന്നുവെങ്കിലും.
إذ تستغيثون ربكم فاستجاب لكم أني ممدكم بألف من الملائكة مردفين. നിങ്ങൾ നിങ്ങളുടെ നാഥനോട് സഹായം തേടിയ സന്ദർഭം, അപ്പോൾ അവൻ നിങ്ങൾക്ക് മറുപടി നൽകി, 1000 മലക്കുകളെ തുടരെ നിയോഗിച്ച് ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന്. وما جعله الله إلا بشرى ولتطمئن به قلوبكم وما النصر إلا من عند الله إن الله عزيز حكيم. അല്ലാഹു ഇതു പറഞ്ഞത് നിങ്ങൾക്കൊരു സന്തോഷവാർത്തയായിട്ടാണ്, അതിലൂടെ നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടാനും. യഥാർത്ഥ സഹായം അല്ലാഹുവിൽ നിന്നു മാത്രമാണ്. അല്ലാഹു പ്രതാപിയും യുക്തിമാനും തന്നെ. إذ يغشيكم النعاس أمنة منه وينزل عليكم من السماء ماء ليطهركم به ويذهب عنكم رجز الشيطان وليربط على قلوبكم ويثبت به الأقدام. അല്ലാഹു തന്നിൽ നിന്നുള്ള നിർഭയത്വം നൽകി മയക്കമേകുകയും മാനത്തുനിന്ന് മഴ വർഷിപ്പിച്ചു തരികയും ചെയ്ത സന്ദർഭം, നിങ്ങളെ ശുദ്ധീകരിക്കാനും നിങ്ങളിൽ നിന്ന് പൈശാചികമായ മ്ലേച്ഛത നീക്കിക്കളയാനുമായിരുന്നു അത്. ഒപ്പം നിങ്ങളുടെ മനസ്സുകളെ ഭദ്രമാക്കാനും കാലുകൾ ഉറപ്പിച്ചു നിർത്താനും. إذ يوحي ربك إلى الملائكة أني معكم فثبتوا الذين آمنوا سألقي في قلوب الذين كفروا الرعب فاضربوا فوق الأعناق واضربوا منهم كل بنان. നിന്റെ നാഥൻ മലക്കുകൾക്ക് ബോധനം നൽകിയ സന്ദർഭം, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. അതിനാൽ സത്യവിശ്വാസികളെ നിങ്ങൾ ഉറപ്പിച്ചു നിർത്തുക. സത്യനിഷേധികളുടെ മനസ്സുകളിൽ ഞാൻ ഭീതിയുളവാക്കും. അതിനാൽ അവരുടെ കഴുത്തുകൾക്കു മീതെ വെട്ടുക, അവരുടെ എല്ലാ വിരലുകളും വെട്ടിമാറ്റുക. ذلك بأنهم شاقوا الله ورسوله ومن يشاقق الله ورسوله فإن الله شديد العقاب. അവർ അല്ലാഹുവേയും അവന്റെ ദൂതനെയും ശത്രുതയോട് എതിർത്തതിനാലാണിത്. ആരെങ്കിലും അല്ലാഹുവോടും അവന്റെ ദൂതനോടും ശത്രുത പുലർത്തുന്നുവെങ്കിൽ അറിയുക, അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. ذلكم فذوقوه وأن للكافرين عذاب النار. അതാണ് നിങ്ങൾക്കുള്ള ശിക്ഷ. അതിനാൽ നിങ്ങളതനുഭവിച്ചു കൊള്ളുക. അറിയുക, സത്യനിഷേധികൾക്ക് കഠിനമായ നരകശിക്ഷയുമുണ്ട്. يا أيها الذين آمنوا إذا لقيتم الذين كفروا زحفا فلا تولوهم الأدبار. വിശ്വസിച്ചവരെ, സത്യനിഷേധികളുടെ സൈന്യവുമായി ഏറ്റുമുട്ടേണ്ടി വരുമ്പോൾ നിങ്ങൾ പിന്തിരിഞ്ഞോടരുത്. ومن يولهم يومئذ دبره إلا متحرفا لقتال أو متحيزا إلى فئة فقد باء بغضب من الله ومأواه جهنم وبئس المصير. യുദ്ധതന്ത്രമെന്ന നിലയിൽ സ്ഥലം മാറുന്നതിനോ സ്വന്തം സംഘത്തോടൊപ്പം ചേരുന്നതിനോ അല്ലാതെ ആരെങ്കിലും യുദ്ധരംഗത്തു നിന്ന് പിന്തിരിയുകയാണെങ്കിൽ അവൻ അല്ലാഹുവിന്റെ കോപത്തിനിരയാകും. അവൻ ചെന്നെത്തുന്നത് നരകത്തീയിലായിരിക്കും.
അതെത്ര ചീത്ത സങ്കേതം. فلم تقتلوهم ولكن الله قتلهم وما رميت إذ رميت ولكن الله رمى وليبلي المؤمنين منه بلاء حسنا إن الله سميع عليم. സത്യത്തിൽ അവരെ വധിച്ചത് നിങ്ങളല്ല, അല്ലാഹുവാണ്. നീ എറിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ നീയല്ല എറിഞ്ഞത്, അല്ലാഹുവാണ്. മഹത്തായ ഒരു പരീക്ഷണത്തിലൂടെ അല്ലാഹു സത്യവിശ്വാസികളെ വേർതിരിച്ചെടുക്കാനാണിത്. അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ذلكم وأن الله موهن كيد الكافرين. അതാണ് നിങ്ങളോടുള്ള നിലപാട്, സംശയമില്ല. സത്യനിഷേധികളുടെ തന്ത്രത്തെ ദുർബലമാക്കുന്നവനാണ് അല്ലാഹു. إن تستفتحوا فقد جاءكم الفتح وإن تنتهوا فهو خير لكم وإن تعودوا نعد ولن تغني عنكم فئتكم شيئا ولو كثرت وأن الله مع المؤمنين. നിങ്ങൾ വിജയമാണ് ആഗ്രഹിച്ചിരുന്നതെങ്കിൽ ആ വിജയമിതാ നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു. അഥവാ നിങ്ങൾ അതിക്രമത്തിൽ നിന്ന് വിരമിക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്കുത്തമം. നിങ്ങൾ അതാവർത്തിക്കുകയാണെങ്കിൽ നാമും അതാവർത്തിക്കും. നിങ്ങളുടെ സംഘബലം എത്ര വലുതായാലും അത് നിങ്ങൾക്കൊട്ടും ഉപകരിക്കുകയില്ല. അല്ലാഹു സത്യവിശ്വാസികൾക്കൊപ്പമാണ് തീർച്ച. യാ അയ്യുഹല്ലദീന ആമനൂ അطീഉ അല്ലാഹ വറസൂലഹു വലാ തവല്ലൗ അൻഹു വഅൻതും തസ്മഊൻ. വിശ്വസിച്ചവരെ, നിങ്ങൾ അല്ലാഹുവേയും അവന്റെ ദൂതനെയും അനുസരിക്കുക. അദ്ദേഹത്തിൽ നിന്ന് സന്ദേശം കേട്ടുകൊണ്ടിരിക്കെ നിങ്ങൾ അദ്ദേഹത്തെ വിട്ട് പിന്തിരിഞ്ഞു പോകരുത്. വലാ തകൂനൂ കല്ലദീന ഖാലൂ സമിഅ്നാ വഹും ലാ യസ്മഊൻ. ഒന്നും കേൾക്കാതെ ഞങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് പറയുന്നവരെ പോലെയുമാവരുത് നിങ്ങൾ. ഇന്ന ശർറദ്ദവാബ്ബി ഇൻദല്ലാഹി സ്സുമ്മുൽ ബുക്മുല്ലദീന ലാ യഅഖിലൂൻ. തീർച്ചയായും അല്ലാഹുവിങ്കൽ ഏറ്റവും നികൃഷ്ട ജീവികൾ ഒന്നും ചിന്തിച്ചു മനസ്സിലാക്കാത്ത ഊമകളും ബധിരരുമാണ്. വലൗ അലിമല്ലാഹു ഫീഹിം ഖൈറൻ ലഅസ്മഅഹും വലൗ അസ്മഅഹും ലതവല്ലൗ വഹും മുഅ്രിദൂൻ. അവരിൽ എന്തെങ്കിലും നന്മയുള്ളതായി അല്ലാഹു മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവൻ അവരെ കാര്യം കേട്ടറിയുന്നവരാക്കുമായിരുന്നു. എന്നാൽ അവരിൽ നന്മ ഒട്ടും ഇല്ലാത്തതിനാൽ അവൻ കേൾപ്പിച്ചാൽ പോലും അവരത് അവഗണിച്ച് തിരിഞ്ഞു പോകുമായിരുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹ്യീകും വഅലമൂ അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബിഹി വഅന്നഹു ഇലൈഹി തുഹ്ശറൂൻ. വിശ്വസിച്ചവരെ, നിങ്ങളെ ജീവസുറ്റവരാക്കുന്ന ഒന്നിലേക്ക് വിളിക്കുമ്പോൾ അല്ലാഹുവിനും അവന്റെ ദൂതനും നിങ്ങൾ ഉത്തരം നൽകുക. മനുഷ്യനും അവന്റെ മനസ്സിനുമിടയിൽ അല്ലാഹു ഉണ്ട്. അവസാനം അവന്റെ അടുത്തേക്കാണ് നിങ്ങളെ ഒരുമിച്ച് കൂട്ടുക. വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സഹ വഅലമൂ അന്നല്ലാഹ ശദീദുൽ ഇഖാബ്. വിപത്ത് വരുന്നത് കരുതിയിരിക്കുക. അത് ബാധിക്കുക നിങ്ങളിലെ അതിക്രമികളെ മാത്രമല്ല,
അറിയുക, കഠിനമായി ശിക്ഷിക്കുന്നവനാണ് അല്ലാഹു. واذكروا إذ أنتم قليل مستضعفون في الأرض تخافون أن يتخطفكم الناس فآواكم وأيدكم بنصره ورزقكم من الطيبات لعلكم تشكرون. ഓർക്കുക, നിങ്ങൾ എണ്ണത്തിൽ വളരെ കുറവായിരുന്ന കാലം. ഭൂമിയിൽ നിങ്ങളന്ന് നന്നേ ദുർബലരായാണ് കരുതപ്പെട്ടിരുന്നത്. ആളുകൾ നിങ്ങളെ റാഞ്ചിയെടുത്തേക്കുമോ എന്ന് പോലും നിങ്ങൾ ഭയപ്പെട്ടിരുന്നു. പിന്നീട് അല്ലാഹു നിങ്ങൾക്ക് അഭയമേകി, തന്റെ സഹായത്താൽ നിങ്ങളെ പ്രബലരാക്കി, നിങ്ങൾക്ക് ഉത്തമമായ ജീവിത വിഭവങ്ങൾ നൽകി. നിങ്ങൾ നന്ദിയുള്ളവരാകാൻ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂനു അല്ലാഹ വർ-റസൂല വതഖൂനൂ അമാനാതികും വഅൻതും തഅലമൂൻ. വിശ്വസിച്ചവരെ, നിങ്ങൾ അല്ലാഹുവേയും അവന്റെ ദൂതനെയും ചതിക്കരുത്. നിങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങളിൽ ബോധപൂർവം വഞ്ചന കാണിക്കരുത്. വഅലമൂ അന്നമാ അംവാലുകും വഔലാദുകും ഫിത്നതുൻ വഅന്നല്ലാഹ ഇൻദഹു അജ്റുൻ അദീം. അറിയുക, നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും പരീക്ഷണോപാധികൾ മാത്രമാണ്. അല്ലാഹുവിങ്കലാണ് അതിമഹത്തായ പ്രതിഫലമുള്ളത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാനൻ വയുകഫിർ അൻകും സയ്യിആതികും വയഗ്ഫിർ ലക്കും വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം. വിശ്വസിച്ചവരെ, നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക, എങ്കിൽ അവൻ നിങ്ങൾക്ക് സത്യാസത്യങ്ങളെ വേർതിരിച്ചറിയാനുള്ള കഴിവ് നൽകും. നിങ്ങളുടെ തിന്മകൾ മായ്ച്ചുകളയും, നിങ്ങൾക്ക് മാപ്പേക്കുകയും ചെയ്യും. അല്ലാഹു അതിമഹത്തായ അനുഗ്രഹമുള്ളവനാണ്. وَإِذْ يَمْكُرُ بِكَ الَّذِينَ كَفَرُوا لِيُثْبِتُوكَ أَوْ يَقْتُلُوكَ أَوْ يُخْرِجُوكَ وَيَمْكُرُونَ وَيَمْكُرُ اللَّهُ وَاللَّهُ خَيْرُ الْمَاكِرِينَ. നിന്നെ തടവിലാക്കാനോ കൊന്നുകളയാനോ നാടുകടത്താനോ സത്യനിഷേധികൾ നിനക്കെതിരെ തന്ത്രം മെനഞ്ഞ സന്ദർഭം. അവർ തന്ത്രം പ്രയോഗിക്കുന്നു, അല്ലാഹുവും തന്ത്രം പ്രയോഗിക്കുന്നു. തന്ത്രം പ്രയോഗിക്കുന്നവരിൽ മികവുറ്റവൻ അല്ലാഹു തന്നെ. وَإِذَا تُتْلَى عَلَيْهِمْ آيَاتُنَا قالوا قد سمعنا لو نشاء لقلنا مثل هذا إن هذا إلا أساطير الأولين. നമ്മുടെ വചനങ്ങൾ ഓതി കേൾപ്പിച്ചാൽ അവർ പറയും, ഇതൊക്കെ ഞങ്ങൾ എത്രയോ കേട്ടതാണ്. ഞങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇതുപോലെ ഞങ്ങളും പറഞ്ഞു തരുമായിരുന്നു. ഇത് പൂർവികരുടെ പഴംപുരാണങ്ങളല്ലാതൊന്നുമല്ല. وَإِذْ قَالُوا اللَّهُمَّ إِن كَانَ هَذَا هُوَ الْحَقَّ مِنْ عِندِكَ فَأَمْطِرْ عَلَيْنَا حِجَارَةً مِنَ السَّمَاءِ أَوْ ائْتِنَا بِعَذَابٍ أَلِيمٍ. അവർ ഇങ്ങനെ പറഞ്ഞ സന്ദർഭവും ഓർക്കുക. അല്ലാഹുവേ, ഇത് നിന്റെ പക്കൽ നിന്നുള്ള സത്യം തന്നെയാണെങ്കിൽ നീ ഞങ്ങളുടെ മേൽ മാനത്തുനിന്ന് കല്ല് വീഴ്ത്തുക, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേദനയേറിയ ശിക്ഷ വരുത്തുക. وَمَا كَانَ اللَّهُ لِيُعَذِّبَهُمْ وَأَنْتَ فِيهِمْ
وما كان الله معذبهم وهم يستغفرون. എന്നാൽ നീ അവർക്കിടയിലുണ്ടായിരിക്കെ അല്ലാഹു അവരെ ശിക്ഷിക്കുകയില്ല. അവർ പാപമോചനം തേടുമ്പോഴും അല്ലാഹു അവരെ ശിക്ഷിക്കുകയില്ല. وما لهم ألا يعذبهم الله وهم يصدون عن المسجد الحرام وما كانوا أولياءه إن أولياؤه إلا المتقون ولكن أكثرهم لا يعلمون. എന്നാൽ ഇപ്പോൾ എന്തിന് അല്ലാഹു അവരെ ശിക്ഷിക്കാതിരിക്കണം? അവർ മസ്ജിദുൽ ഹറാമിൽ നിന്ന് വിശ്വാസികളെ തടഞ്ഞുകൊണ്ടിരിക്കുന്നു. അവരാണെങ്കിൽ അതിന്റെ മേൽനോട്ടത്തിന് അർഹരല്ല താനും. ദൈവഭക്തന്മാരല്ലാതെ അതിന്റെ കൈകാര്യകർത്താക്കളാകാവതല്ല. എങ്കിലും അവരിലേറെ പേരും അതറിയുന്നില്ല. وما كان صلاتهم عند البيت إلا مكاء وتصدية فذوقوا العذاب بما كنتم تكفرون. ആ കഅബത്തിങ്കൽ അവരുടെ പ്രാർത്ഥന വെറും ചൂളം വിളിയും കൈകൊട്ടുമല്ലാതൊന്നുമല്ല. അതിനാൽ നിങ്ങൾ സത്യനിഷേധം സ്വീകരിച്ചതിന്റെ ശിക്ഷ അനുഭവിച്ചുകൊള്ളുക. ഇന്നല്ലദീന കഫറൂ യുൻഫിഖൂന അംവാലഹും ലിയസുദ്ദൂ അൻ സബീലില്ലാഹ് فسينفقونها ثم تكون عليهم حسرة ثم يغلبون والذين كفروا إلى جهنم يحشرون. സത്യനിഷേധികൾ തങ്ങളുടെ ധനം ചെലവഴിക്കുന്നത് തീർച്ചയായും അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയാനാണ്. ഇനിയും അവരത് ചെലവഴിച്ചുകൊണ്ടേയിരിക്കും. അവസാനം അതവരുടെ തന്നെ ഖേദത്തിന് കാരണമായിത്തീരും. അങ്ങനെ അവർ തീർത്തും പരാജിതരാവും. ഒടുവിൽ ഈ സത്യനിഷേധികളെ നരകത്തീയിൽ ഒരുമിച്ചു കൂട്ടും. ലിയമീസ അല്ലാഹുൽ ഖബീസ മിനത്ത്-ത്വയ്യിബി വയജഅലൽ ഖബീസ ബഅ്ദഹു അലാ ബഅ്ദിൻ ഫയർകുമഹു ജമീഅൻ ഫയജഅലഹു ഫീ ജഹന്നം ഉലൈക ഹുമുൽ ഖാസിറൂൻ. അല്ലാഹു നന്മയിൽ നിന്ന് തിന്മയെ വേർതിരിച്ചെടുക്കും. പിന്നെ സകല തിന്മകളെയും പരസ്പരം കൂട്ടിച്ചേർത്ത് കൂമ്പാരമാക്കും. അങ്ങനെ അതിനെ നരകത്തീയിൽ തള്ളിയിടും. സത്യത്തിൽ അക്കൂട്ടർ തന്നെയാണ് എല്ലാം നഷ്ടപ്പെട്ടവർ. ഖുൽ ലില്ലദീന കഫറൂ ഇൻ യൻതഹൂ യുഗ്ഫർ ലഹും മാ ഖദ് സലഫ വഇൻ യഊദൂ ഫഖദ് മദത് സുന്നത്തുൽ അവ്വലീൻ. സത്യനിഷേധികളോട് പറയുക, ഇനിയെങ്കിലും അവർ വിരമിക്കുകയാണെങ്കിൽ മുമ്പ് കഴിഞ്ഞതൊക്കെ അവർക്ക് പുറത്തുകൊടുക്കും. അഥവാ അവർ പഴയത് ആവർത്തിക്കുകയാണെങ്കിൽ അവർ ഓർക്കട്ടെ, പൂർവികരുടെ കാര്യത്തിൽ അല്ലാഹുവിന്റെ നടപടിക്രമം നടന്നു കഴിഞ്ഞതാണല്ലോ. وقاتلوهم حتى لا تكون فتنة ويكون الدين كله لله فإن انتهوا فإن الله بما يعملون بصير. കുഴപ്പം ഇല്ലാതാവുകയും വിധേയത്വം പൂർണ്ണമായും അല്ലാഹുവിനായി തീരുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക. അവർ വിരമിക്കുകയാണെങ്കിലോ അവർ ചെയ്യുന്നതെല്ലാം നന്നായി അറിയുന്നവനാണ് അല്ലാഹു. وَإِن تَوَلَّوْا فَاعْلَمُوا أَنَّ اللَّهَ مَوْلَاكُمْ نِعْمَ الْمَوْلَى وَنِعْمَ النَّصِيرُ.
بصير. അഥവാ അവർ നിരാകരിക്കുകയാണെങ്കിൽ അറിയുക, തീർച്ചയായും നിങ്ങളുടെ രക്ഷകൻ അല്ലാഹുവാണ്. അവൻ വളരെ നല്ല രക്ഷകനും സഹായിയുമാണ്. واعلموا أنما غنمتم من شيء فأن لله خمسه وللرسول ولذي القربى واليتامى والمساكين وابن السبيل إن كنتم آمنتم بالله وما أنزلنا على عبدنا يوم الفرقان يوم التقى الجمعان والله على كل شيء قدير. അറിയുക, നിങ്ങൾ നേടിയ യുദ്ധം മുതൽ എന്തായാലും അതിന്റെ 1/5 അല്ലാഹുവിനും അവന്റെ ദൂതനും അടുത്ത ബന്ധുക്കൾക്കും അനാഥകൾക്കും അഗതികൾക്കും വഴിപോക്കർക്കുമുള്ളതാണ്. അല്ലാഹുവിലും ഇരുസംഘങ്ങൾ പരസ്പരം ഏറ്റുമുട്ടിയതിലൂടെ സത്യാസത്യങ്ങൾ വ്യക്തമായി വേർതിരിഞ്ഞ നാളിൽ നാം നമ്മുടെ ദാസന് ഇറക്കിക്കൊടുത്തതിലും വിശ്വസിച്ചവരാണ് നിങ്ങളെങ്കിൽ അല്ലാഹു എല്ലാ കാര്യത്തിനും കഴിവുറ്റവനത്രേ. بالعدوة الدنيا وهم بالعدوة القصوى والركب أسفل منكم ولو تواعدتم لاختلفتم في الميعاد ولكن ليقضي الله أمرا كان مفعولا ليهلك من هلك عن بينة ويحيى من حي عن بينة وإن الله لسميع عليم. നിങ്ങൾ താഴ്വരയുടെ അടുത്ത ഭാഗത്തും അവർ അകന്ന ഭാഗത്തും കച്ചവട സംഘം നിങ്ങൾക്ക് താഴെയുമായ സന്ദർഭം നിങ്ങൾ പരസ്പരം ഏറ്റുമുട്ടാൻ നേരത്തെ തീരുമാനിച്ചിരുന്നെങ്കിൽ നിങ്ങൾ അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുമായിരുന്നു. എന്നാൽ ഉറപ്പായും ഉണ്ടാകേണ്ട ഒരു കാര്യം നടപ്പിൽ വരുത്താനാണ് അല്ലാഹു ഇങ്ങനെ ചെയ്തത്. അഥവാ നശിക്കേണ്ടവൻ വ്യക്തമായ തെളിവോടെ നശിക്കാനും ജീവിക്കേണ്ടവൻ വ്യക്തമായ തെളിവോടെ ജീവിക്കാനും വേണ്ടിയാണിത്. അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും തന്നെ തീർച്ച. إذ يريكهم الله في منامك قليلا ولو أراكهم كثيرا لفشلتم ولتنازعتم في الأمر ولكن الله سلم إنه عليم بذات الصدور. അല്ലാഹു സ്വപ്നത്തിലൂടെ അവരെ വളരെ കുറച്ചു പേർ മാത്രമായി നിനക്ക് കാണിച്ചു തന്ന സന്ദർഭം നിനക്ക് അവരെ എണ്ണത്തിൽ കൂടുതലുള്ളതായി കാണിച്ചു തന്നിരുന്നെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ധൈര്യക്ഷയമുണ്ടാകുമായിരുന്നു. യുദ്ധത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഭിന്നിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ അല്ലാഹു രക്ഷിച്ചു. തീർച്ചയായും മനസ്സുകളിലുള്ളതെല്ലാം അറിയുന്നവനാണ് അവൻ. وَإِذْ يُرِيكُمُوهُمْ إِذِ الْتَقَيْتُمْ فِي أَعْيُنِكُمْ قَلِيلًا وَيُقَلِّلُكُمْ فِي أَعْيُنِهِمْ لِيَقْضِيَ اللَّهُ أَمْرًا كَانَ مَفْعُولًا وَإِلَى اللَّهِ تُرْجَعُ الْأُمُورُ. നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ നിങ്ങളുടെ കണ്ണിൽ അവരെ കുറച്ചു കാണിച്ചതും അവരുടെ കണ്ണിൽ നിങ്ങളെ കുറച്ചു കാണിച്ചതും ഓർക്കുക. സംഭവിക്കേണ്ട കാര്യം നടപ്പാക്കാൻ അല്ലാഹു പ്രയോഗിച്ച തന്ത്രമായിരുന്നു അത്.
കാര്യങ്ങളൊക്കെയും മടക്കപ്പെടുക അല്ലാഹുവിങ്കലേക്കാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ലഖീതും ഫിഅതൻ ഫസ്ബുതൂ വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. വിശ്വസിച്ചവരെ, നിങ്ങൾ ശത്രുസംഘവുമായി കണ്ടുമുട്ടിയാൽ സ്ഥൈര്യത്തോടെ നിലകൊള്ളുക. അല്ലാഹുവെ ധാരാളമായി സ്മരിക്കുക, നിങ്ങൾ വിജയം വരിച്ചേക്കാം. وأطيعوا الله ورسوله ولا تنازعوا فتفشلوا وتذهب ريحكم واصبروا إن الله مع الصابرين. അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുക. നിങ്ങൾ അന്യോന്യം കലഹിക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ ദുർബലരാകും, നിങ്ങളുടെ വീര്യം ചോർന്നു പോകും. നിങ്ങൾ ക്ഷമിക്കൂ, അല്ലാഹു ക്ഷമാശീലരോടൊപ്പമാണ്. ولا تكونوا كالذين خرجوا من ديارهم بطرا ورئاء الناس ويصدون عن سبيل الله والله بما يعملون محيط. അഹങ്കാരത്തോടെയും ജനങ്ങളെ കാണിക്കാനും അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനത്തെ തടയാനുമായി വീട് വിട്ടിറങ്ങിപ്പോന്നവരെപ്പോലെ നിങ്ങളാകരുത്. അവർ ചെയ്യുന്നതൊക്കെയും നന്നായി നിരീക്ഷിക്കുന്നവനാണ് അല്ലാഹു. وَإِذْ زَيَّنَ لَهُمُ الشَّيْطَانُ أَعْمَالَهُمْ وَقَالَ لَا غَالِبَ لَكُمُ الْيَوْمَ مِنَ النَّاسِ وَإِنِّي جَارٌ لَكُمْ فَلَمَّا تَرَاءَتِ الْفِئَتَانِ نَكَصَ عَلَى عَقِبَيْهِ وَقَالَ إِنِّي بَرِيءٌ مِّنكُمْ إِنِّي أَرَى مَا لَا تَرَوْنَ إِنِّي أَخَافُ اللَّهَ وَاللَّهُ شَدِيدُ الْعِقَابِ. ചെകുത്താൻ അവർക്ക് അവരുടെ ചെയ്തികൾ ചേതോഹരമായി തോന്നിപ്പിച്ച സന്ദർഭം. അവൻ പറഞ്ഞു, ഇന്ന് നിങ്ങളെ ജയിക്കുന്നവരായി ജനങ്ങളിലാരുമില്ല. ഉറപ്പായും ഞാൻ നിങ്ങളുടെ രക്ഷകനായിരിക്കും. അങ്ങനെ ഇരുപക്ഷവും ഏറ്റുമുട്ടിയപ്പോൾ അവൻ പിന്മാറി. എന്നിട്ടിങ്ങനെ പറയുകയും ചെയ്തു, എനിക്ക് നിങ്ങളുമായി ഒരു ബന്ധവുമില്ല. നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നുണ്ട്. ഞാൻ അല്ലാഹുവെ ഭയപ്പെടുന്നു. അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണല്ലോ. إذ يقول المنافقون والذين في قلوبهم مرض غر هؤلاء دينهم ومن يتوكل على الله فإن الله عزيز حكيم. കപടവിശ്വാസികളും ദീനം ബാധിച്ച മനസ്സുള്ളവരും പറഞ്ഞുകൊണ്ടിരുന്ന സന്ദർഭം. ഇക്കൂട്ടരെ അവരുടെ മതം വഞ്ചിച്ചിരിക്കുന്നു. ആരെങ്കിലും അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നുവെങ്കിൽ സംശയം വേണ്ട, അല്ലാഹു അജയ്യനും യുക്തിമാനുമാണ്. ولو ترى إذ يتوفى الذين كفروا الملائكة يضربون وجوههم وأدبارهم وذوقوا عذاب الحريق. സത്യനിഷേധികളെ മരിപ്പിക്കുന്ന രംഗം നീ കണ്ടിരുന്നെങ്കിൽ മലക്കുകൾ അവരുടെ മുഖത്തും പിൻഭാഗത്തും അടിക്കും. അവരോടിങ്ങനെ പറയുകയും ചെയ്യും, കരിച്ചുകളയുന്ന നരകത്തീയിന്റെ കൊടിയ ശിക്ഷ നിങ്ങൾ അനുഭവിച്ചുകൊള്ളുക. ذلك بما قدمت أيديكم وأن الله ليس بظلام للعبيد. നിങ്ങളുടെ കൈകൾ നേരത്തെ ചെയ്തു കൂട്ടിയതിന്റെ ഫലമാണിത്. അല്ലാഹു തന്റെ അടിമകളോട് ഒട്ടും അനീതി കാണിക്കുന്നവനല്ല. كدأب آل فرعون والذين من قبلهم كفروا بآيات الله فأخذهم الله بذنوبهم
ഇന്നല്ലാഹ ഖവിയ്യുൻ ശദീദുൽ ഇഖാബ്. ഇത് ഫിർഔൻ സംഘത്തിനും അവരുടെ മുമ്പുള്ളവർക്കും സംഭവിച്ച പോലെ തന്നെയാണ്. അവർ അല്ലാഹുവിന്റെ വചനങ്ങളെ തള്ളിപ്പറഞ്ഞു. അപ്പോൾ അവരുടെ പാപങ്ങളുടെ പേരിൽ അല്ലാഹു അവരെ പിടികൂടി. തീർച്ചയായും അല്ലാഹു സർവശക്തനാണ്, കഠിനമായി ശിക്ഷിക്കുന്നവനും. ذلك بأن الله لم يك مغيرا نعمة أنعمها على قوم حتى يغيروا ما بأنفسهم وأن الله سميع عليم. ഒരു ജനത തങ്ങളുടെ നിലപാട് സ്വയം മാറ്റുന്നതുവരെ അല്ലാഹു ആ ജനതയ്ക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹത്തിൽ ഒരു മാറ്റവും വരുത്തുകയില്ല. സംശയമില്ല, അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. കദഅബി ആലി ഫിർഔന വല്ലദീന മിൻ ഖബ്ലിഹിം കദ്ദബൂ ബിആയാതി റബ്ബിഹിം ഫഅഹ്ലക്നാഹും ബിദുനൂബിഹിം വഅഗ്റഖനാ ആല ഫിർഔൻ വകുല്ലുൻ കാനൂ ളാലിമീൻ. ഫിർഔൻ സംഘത്തിനും അവർക്ക് മുമ്പുള്ളവർക്കും സംഭവിച്ചതും ഇതുപോലെ തന്നെയാണ്. അവർ തങ്ങളുടെ നാഥന്റെ പ്രമാണങ്ങളെ തള്ളിപ്പറഞ്ഞു. അപ്പോൾ അവരുടെ പാപങ്ങളുടെ പേരിൽ നാം അവരെ നശിപ്പിച്ചു. ഫിർഔൻ സംഘത്തെ മുക്കിക്കൊന്നു. അവരൊക്കെയും അക്രമികളായിരുന്നു. ഇന്ന ശർറദ്ദവാബി ഇൻദല്ലാഹി അല്ലദീന കഫറൂ ഫഹും ലാ യുഅ്മിനൂൻ. തീർച്ചയായും അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും നികൃഷ്ടജീവികൾ സത്യനിഷേധികളാണ്. സത്യം ബോധ്യപ്പെട്ടാലും വിശ്വസിക്കാത്തവരാണവർ. الذين عاهدت منهم ثم ينقضون عهدهم في كل مرة وهم لا يتقون. അവരിലൊരു വിഭാഗവുമായി നീ കരാറിലേർപ്പെട്ടതാണല്ലോ. എന്നിട്ട് ഓരോ തവണയും അവർ തങ്ങളുടെ കരാർ ലംഘിച്ചുകൊണ്ടിരുന്നു. അവരൊട്ടും സൂക്ഷ്മത പുലർത്തുന്നവരല്ല. فإما تثقفنهم في الحرب فشرد بهم من خلفهم لعلهم يذكرون. അതിനാൽ നീ യുദ്ധത്തിൽ അവരുമായി കണ്ടുമുട്ടിയാൽ അവരിലെ പിറകിലുള്ളവരെ കൂടി വിരട്ടിയോടിക്കും വിധം അവരെ നേരിടുക. അവർക്കതൊരു പാഠമായെങ്കിലോ. وَإِمَّا تَخَافَنَّ مِنْ قَوْمٍ خِيَانَةً فَانبِذْ إِلَيْهِمْ عَلَى سَوَاءٍ إِنَّ اللَّهَ لَا يُحِبُّ الْخَائِنِينَ. ഉടമ്പടിയിലേർപ്പെട്ട ഏതെങ്കിലും ജനത നിങ്ങളെ വഞ്ചിക്കുമെന്ന് നിങ്ങൾ ആശങ്കിക്കുന്നുവെങ്കിൽ അവരുമായുള്ള കരാർ പരസ്യമായി ദുർബലപ്പെടുത്തുക. വഞ്ചകരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല, തീർച്ച. وَلَا يَحْسَبَنَّ الَّذِينَ كَفَرُوا سَبَقُوا إِنَّهُمْ لَا يُعْجِزُونَ. സത്യനിഷേധികൾ തങ്ങൾ ജയിച്ചു മുന്നേറുകയാണെന്ന് ധരിക്കരുത്. സംശയമില്ല, അവർക്ക് നമ്മെ തോൽപ്പിക്കാനാവില്ല. وَأَعِدُّوا لَهُم مَّا اسْتَطَعْتُم مِّن قُوَّةٍ وَمِن رِّبَاطِ الْخَيْلِ تُرْهِبُونَ بِهِ عَدُوَّ اللَّهِ وَعَدُوَّكُمْ وَآخَرِينَ مِن دُونِهِمْ لَا تَعْلَمُونَهُمُ اللَّهُ يَعْلَمُهُمْ وَمَا تُنفِقُوا مِن شَيْءٍ فِي سَبِيلِ اللَّهِ يُوَفَّ إِلَيْكُمْ وَأَنْتُمْ لَا تُظْلَمُونَ. അവരെ നേരിടാൻ നിങ്ങൾക്കാവുന്നത്ര ശക്തി സംഭരിക്കുക. കുതിരപ്പടയെ തയ്യാറാക്കി നിർത്തുക. അതിലൂടെ അല്ലാഹുവിന്റെയും നിങ്ങളുടെയും ശത്രുക്കളെ നിങ്ങൾക്ക് ഭയപ്പെടുത്താം. അവർക്ക് പുറമെ
നിങ്ങൾക്ക് അറിയാത്തവരും എന്നാൽ അല്ലാഹുവിന് അറിയുന്നവരുമായ മറ്റു ചിലരെയും. അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കുന്നതെന്തായാലും നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലം പൂർണ്ണമായി ലഭിക്കും. നിങ്ങളോടവൻ ഒട്ടും അനീതി കാണിക്കുകയില്ല. وَإِن جَنَحُوا لِلسَّلْمِ فَاجْنَحْ لَهَا وَتَوَكَّلْ عَلَى اللَّهِ إِنَّهُ هُوَ السَّمِيعُ الْعَلِيمُ. അഥവാ അവർ സന്ധിക്കു സന്നദ്ധരായാൽ നീയും അതിനനുകൂലമായ നിലപാടെടുക്കുക. അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുക. തീർച്ചയായും അവൻ തന്നെയാണ് എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും. وَإِن يُرِيدُوا أَن يَخْدَعُوكَ فَإِنَّ حَسْبَكَ اللَّهُ هُوَ الَّذِي أَيَّدَكَ بِنَصْرِهِ وَبِالْمُؤْمِنِينَ. ഇനി അവർ നിന്നെ വഞ്ചിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അറിയുക, തീർച്ചയായും നിനക്ക് അല്ലാഹു മതി. അവനാണ് തന്റെ സഹായത്താലും സത്യവിശ്വാസികളാലും നിനക്ക് കരുത്തേകിയത്. وَأَلَّفَ بَيْنَ قُلُوبِهِمْ لَوْ أَنفَقْتَ مَا فِي الْأَرْضِ جَمِيعًا مَا أَلَّفْتَ بَيْنَ قُلُوبِهِمْ وَلَكِنَّ اللَّهَ أَلَّفَ بَيْنَهُمْ إِنَّهُ عَزِيزٌ حَكِيمٌ. സത്യവിശ്വാസികളുടെ മനസ്സുകൾക്കിടയിൽ ഇണക്കമുണ്ടാക്കിയതും അവനാണ്. ഭൂമിയിലുള്ളതൊക്കെ ചെലവഴിച്ചാലും അവരുടെ മനസ്സുകളെ കൂട്ടിയിണക്കാൻ നിനക്ക് കഴിയുമായിരുന്നില്ല. എന്നാൽ അല്ലാഹു അവരെ തമ്മിലിണക്കി ചേർത്തിരിക്കുന്നു. അവൻ പ്രതാപിയും യുക്തിമാനും തന്നെ. يا أيها النبي حسبك الله ومن اتبعك من المؤمنين. നബിയേ, നിനക്കും നിന്നെ പിന്തുടർന്ന സത്യവിശ്വാസികൾക്കും അല്ലാഹു മതി. يا أيها النبي حرض المؤمنين على القتال إن يكن منكم 20 صابرون يغلبوا 200 وإن يكن منكم 100 يغلبوا 1000 من الذين كفروا بأنهم قوم لا يفقهون. നബിയേ, നീ സത്യവിശ്വാസികളെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുക. നിങ്ങളിൽ ക്ഷമാശീലരായ 20 പേരുണ്ടെങ്കിൽ 200 പേരെ ജയിക്കാം. നിങ്ങളിൽ അത്തരം 100 പേരുണ്ടെങ്കിൽ സത്യനിഷേധികളിലെ 1000 പേരെ ജയിക്കാം. സത്യനിഷേധികൾ കാര്യബോധമില്ലാത്ത ജനമായതിനാലാണിത്. الآن خفف الله عنكم وعلم أن فيكم ضعفا فإن يكن منكم 100 صابرة يغلبوا 200 وإن يكن منكم 1000 يغلبوا 2000 بإذن الله والله مع الصابرين. എന്നാൽ ഇപ്പോൾ അല്ലാഹു നിങ്ങളുടെ ഭാരം ലഘൂകരിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ദൗർബല്യമുണ്ടെന്ന് അവന് നന്നായി അറിയാം. അതിനാൽ നിങ്ങളിൽ ക്ഷമാലുക്കളായ 100 പേരുണ്ടെങ്കിൽ 200 പേരെ ജയിക്കാം. നിങ്ങൾ 1000 പേരുണ്ടെങ്കിൽ ദൈവഹിതപ്രകാരം 2000 പേരെ ജയിക്കാം. അല്ലാഹു ക്ഷമാലുക്കളോടൊപ്പമാണ്. ما كان لنبي أن يكون له أسرى حتى يثخن في الأرض تريدون عرض الدنيا والله يريد الآخرة والله عزيز حكيم. നാട്ടിൽ എതിരാളികളെ കീഴ്പ്പെടുത്തി ശക്തി സ്ഥാപിക്കും വരെ ഒരു പ്രവാചകനും തന്റെ കീഴിൽ
യുദ്ധത്തടവുകാരുണ്ടാകാവതല്ല. നിങ്ങൾ ഐഹിക നേട്ടം കൊതിക്കുന്നു, അല്ലാഹുവോ പരലോകത്തെ ലക്ഷ്യമാക്കുന്നു. അല്ലാഹു പ്രതാപിയും യുക്തിമാനും തന്നെ. ലൗലാ കിതാബും മിനല്ലാഹി സബഖ ലമസ്സകും ഫീമാ അഖദ്തും അദാബുൻ അദീം. അല്ലാഹുവിൽ നിന്നുള്ള വിധി നേരത്തെ രേഖപ്പെടുത്തിയിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾ കൈപ്പറ്റിയ യുദ്ധത്തടവുകാരുടെ മോചനദ്രവ്യത്തിന്റെ പേരിൽ നിങ്ങളെ കടുത്ത ശിക്ഷ ബാധിക്കുമായിരുന്നു. ഫകുലൂ മിമ്മാ ഗനിംതും ഹലാലൻ ത്വയ്യിബാ വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. എന്നാലും നിങ്ങൾ നേടിയ യുദ്ധം മുതൽ അനുവദനീയവും നല്ലതുമെന്ന നിലയിൽ അനുഭവിച്ചുകൊള്ളുക. അല്ലാഹുവോട് ഭക്തി പുലർത്തുക. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും ദയാപരനുമാണ്. യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലിമൻ ഫീ അയ്ദീകും മിനൽ അസ്റാഇ യഅലമില്ലാഹു ഫീ ഖുലൂബികും ഖൈറൻ يؤتكم خيرا مما أخذ منكم ويغفر لكم والله غفور رحيم. നബിയേ, നിങ്ങളുടെ കൈവശമുള്ള യുദ്ധത്തടവുകാരോട് പറയുക, നിങ്ങളുടെ മനസ്സിൽ വല്ല നന്മയുമുള്ളതായി അല്ലാഹു അറിഞ്ഞാൽ നിങ്ങളിൽ നിന്ന് വസൂൽ ചെയ്തതിനേക്കാൾ ഉത്തമമായ ഇസ്ലാമിനെ അവൻ നിങ്ങൾക്ക് നൽകും. നിങ്ങൾക്കവൻ പൊറുത്തു തരികയും ചെയ്യും. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും ദയാപരനുമാണ്. وَإِن يُرِيدُوا خِيَانَتَكَ فَقَدْ خَانُوا اللَّهَ مِن قَبْلُ فَأَمْكَنَ مِنْهُمْ وَاللَّهُ عَلِيمٌ حَكِيمٌ. അഥവാ നിന്നെ ചതിക്കാനാണ് അവരാഗ്രഹിക്കുന്നതെങ്കിൽ അതിലൊട്ടും പുതുമയില്ല. അവർ നേരത്തെ തന്നെ അല്ലാഹുവോട് വഞ്ചന കാണിച്ചവരാണല്ലോ. അതിനാലാണ് അവൻ അവരെ നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നത്. അല്ലാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനും തന്നെ. ഇന്നല്ലദീന ആമനൂ വഹാജറൂ വജാഹദൂ ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹി വല്ലദീന ആവൗ വനസറൂ أولئك بعضهم أولياء بعض والذين آمنوا ولم يهاجروا ما لكم من ولايتهم من شيء حتى يهاجروا وإن استنصروكم في الدين فعليكم النصر إلا على قوم بينكم وبينهم ميثاق والله بما تعملون بصير. സത്യവിശ്വാസം സ്വീകരിക്കുകയും അതിന്റെ പേരിൽ നാടുവിടേണ്ടി വരികയും തങ്ങളുടെ ദേഹം കൊണ്ടും ധനം കൊണ്ടും അല്ലാഹുവിന്റെ മാർഗത്തിൽ സമരം നടത്തുകയും ചെയ്തവരും അവർക്ക് അഭയം നൽകുകയും അവരെ സഹായിക്കുകയും ചെയ്തവരും പരസ്പരം ആത്മമിത്രങ്ങളാണ്. എന്നാൽ സത്യവിശ്വാസം സ്വീകരിക്കുകയും സ്വദേശം വെടിയാതിരിക്കുകയും ചെയ്തവരുടെ സംരക്ഷണ ബാധ്യത നിങ്ങൾക്കില്ല. അവർ സ്വദേശം വെടിഞ്ഞു വരും വരെ, അഥവാ മതകാര്യത്തിൽ അവർ സഹായം തേടിയാൽ അവരെ സഹായിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. എന്നാൽ അത് നിങ്ങളുമായി കരാറിലേർപ്പെട്ട ഏതെങ്കിലും ജനതയ്ക്കെതിരെയാവരുത്. നിങ്ങൾ ചെയ്യുന്നതെല്ലാം കണ്ടറിയുന്നവനാണ് അല്ലാഹു. വല്ലദീന കഫറൂ ബഅ്ദുഹും ഔലിയാഉ ബഅദ് ഇല്ലാ തഫ്അലൂഹു തകുൻ ഫിത്നതുൻ ഫിൽ അർദി വഫസാദുൻ കബീർ. സത്യനിഷേധികളും പരസ്പരം ആത്മമിത്രങ്ങളാണ്. അതിനാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ
നാട്ടിൽ കുഴപ്പവും വമ്പിച്ച നാശവുമുണ്ടാകും. والذين آمنوا وهاجروا وجاهدوا في سبيل الله والذين آووا ونصروا أولئك هم المؤمنون حقا لهم مغفرة ورزق كريم. വിശ്വസിക്കുകയും അതിന്റെ പേരിൽ സ്വദേശം വെടിയുകയും അല്ലാഹുവിന്റെ മാർഗത്തിൽ സമരം നടത്തുകയും ചെയ്തവരാണ് യഥാർത്ഥ സത്യവിശ്വാസികൾ. അവർക്ക് അഭയമേകുകയും അവരെ സഹായിക്കുകയും ചെയ്തവരും. അവർക്ക് പാപമോചനവും മാന്യമായ ജീവിത വിഭവങ്ങളുമുണ്ട്. والذين آمنوا من بعد وهاجروا وجاهدوا معكم فأولئك منكم وأولو الأرحام بعضهم أولى ببعض في كتاب الله إن الله بكل شيء عليم. പിന്നീട് സത്യവിശ്വാസം സ്വീകരിക്കുകയും സ്വദേശം വെടിഞ്ഞു വരികയും നിങ്ങളോടൊത്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ സമരം നടത്തുകയും ചെയ്തവരും നിങ്ങളോടൊപ്പം തന്നെ. എങ്കിലും ദൈവിക നിയമമനുസരിച്ച് രക്തബന്ധമുള്ളവർ അന്യോന്യം കൂടുതൽ അടുത്തവരാണ്. അല്ലാഹു എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നന്നായി അറിയുന്നവനാണ്.